ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് നമ്മൾ നൗൺസിൽ കളക്റ്റീവ് നൗൺസാണ് കാണുന്നത്. ഓക്കെ, സോ എന്താണ് കളക്റ്റീവ് നൗൺസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നൗൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത്. സോ ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കളക്റ്റീവ് നൗൺസിനെ കാണും. ആക്ച്വലി വളരെ ഈസിയാണ്, പക്ഷെ നമ്മൾ കുറച്ച് നൗൺസിന് കളക്റ്റീവ് നൗൺസിന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക തന്നെ വേണം. ഓക്കെ, സോ ഇവിടെ നോക്കൂ, എന്താ കളക്റ്റീവ് നൗൺ എന്നുള്ളത്. A collective noun is a noun that refers to a group of people, animals or things as a single unit. ഒരു ഗ്രൂപ്പിനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. സോ നമ്മളൊരു സിംഹം, ഒരു ലയൺ എന്ന് പറയും. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു മോർ ദാൻ വൺ ലയൺ, ദെൻ ഇറ്റ് ഈസ് നമ്മളൊരു കളക്റ്റീവ് നൗൺ കൊടുക്കുന്നു. ദാറ്റ് ഈസ് പ്രൈഡ്. പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് പറയും. മനസ്സിലായോ? നമ്മളവിടെ ലയൻസ് എന്ന് പറയുന്നതിന് പകരം അതിന് തന്നെ ഒരു കളക്റ്റീവ് നൗൺ കൂടി കൊടുക്കും. ദാറ്റ് ഈസ് പ്രൈഡ്. മനസ്സിലായില്ലേ? പിന്നെ ഈ കളക്റ്റീവ് നൗൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പ്ലൂറൽ നൗൺസാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൂടി നമ്മളതിനെ പ്ലൂറലായിട്ട് ട്രീറ്റ് ചെയ്യില്ല. നമ്മളതിനെ സിംഗുലറായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലൊക്കെ നമുക്ക് കുറേ എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ കളക്റ്റീവ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് നമുക്ക് കുറച്ച് കളക്റ്റീവ് നൗൺസാണ് തന്നിട്ടുള്ളത്. അതിനകത്ത് നോക്കിയാൽ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് സോൾജിയർ. കളക്റ്റീവ് നൗൺ ഓഫ് സോൾജിയർ ഈസ് ആർമി. സോ അതെങ്ങനെയാണ് വരിക? ആൻ ആർമി ഓഫ് സോൾജിയേഴ്സ്. സോ സെക്കൻഡ് വൺ, മ്യൂസീഷ്യൻ. കളക്റ്റീവ് നൗൺ ഓഫ് മ്യൂസീഷ്യൻ ഈസ് ബാൻഡ്. എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. സെയിം വേ താഴെയുള്ളതിന് എക്സാമ്പിൾസ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് വരിക? എ പാനൽ ഓഫ് ജഡ്ജസ് അല്ലെങ്കിൽ എ ബെഞ്ച് ഓഫ് ജഡ്ജസ് വരും. പിന്നെ എ പാക്ക് ഓഫ് തീവ്സ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കളക്റ്റീവ് നൗൺസ് വരിക. ഓക്കെ, ഓക്കെ, സെയിം ഹിയർ ഓൾസോ. സീ ദ കളക്റ്റീവ് നൗൺ ഓഫ് ലയൺ ഇസ് പ്രൈഡ്, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ടൈഗർ ഇറ്റ് ഇസ് സ്ട്രീക്ക്. മങ്കി, ട്രൂപ്പ്. എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഓക്കെ, എലിഫൻറ്റ്. ഒറ്റ ആനയ്ക്ക് നമ്മൾ എലിഫൻറ്റ് എന്ന് പറയും. പക്ഷേ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ആകുമ്പോഴേക്കും നമ്മളതിനെ ഹേർഡ്, HERD, ഹേർഡ് എന്ന് പറയും. ഓക്കെ, അതാണ് കളക്റ്റീവ് നൗൺസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലാക്കുക. ആൻഡ് നൗ സീ ദ കളക്റ്റീവ് നൗൺ ഓഫ് ഫിഷ്. ഇറ്റ് ഈസ് സ്കൂൾ. ബി ഇറ്റ് ഈസ് സ്വാം. ആൻഡ് ഇറ്റ് ഈസ് കോളനി ഓർ ആർമി. ദെൻ സ്പൈഡർ ഇറ്റ് ഈസ് ക്ലട്ടർ. ഇവിടെ കളക്റ്റീവ് നൗൺ ഓഫ് ഗൺ. ഗൺ എന്നുള്ളത് ബാറ്ററി എന്നാണ് പറയുക കളക്റ്റീവ് നൗൺ. ഓക്കെ, ഗൺസ് എന്നല്ല പറയുന്നത് അവിടെ. കളക്റ്റീവ് നൗണ് ഗണ്ണിൻ്റെത് ഇറ്റ്സ് ബാറ്ററി. ദെൻ സി സ്റ്റാർ, ഇറ്റ് ഈസ് ക്ലസ്റ്റർ. കേക്ക്, ബാച്ച്, BATCH, batch of cakes. ഓക്കെ, കീ ഇൻ്റെ കളക്റ്റീവ് നൗൺ ഇസ് ബഞ്ച്. ഇതൊക്കെ കളക്റ്റീവ് നൗൺസ് തിങ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനിയുള്ള അടുത്ത സ്ലൈഡുകളിൽ ഞാൻ നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് തരുന്നുണ്ട്. എക്സാമ്പിൾസ് അല്ല, നിങ്ങളത് പഠിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചെടുക്കുക. എക്സാമിന് എന്തായാലും ഒരു 5ാം ക്ലാസ്സിന് മേലേക്കുള്ള കുട്ടികൾക്ക് ഇത് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. അതുപോലെ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കളക്റ്റീവ് നൗൺ ചോദിക്കാറുണ്ട് യൂഷ്വലി. അപ്പോൾ അത് നോക്കുക. പിന്നെ 5ാം ക്ലാസ്സിന് മേലേക്കുള്ള മക്കൾക്ക് അധികവും കളക്റ്റീവ് നൗൺ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളിത് ഒരു 3-4 പ്രാവശ്യം കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരും. കളക്റ്റീവ് നൗൺ ഓഫ് ലയൺ. ലയൻ്റെ എന്തായിരുന്നു? ജസ്റ്റ് തിങ്ക് ദാറ്റ് വേ. അപ്പം നിങ്ങൾക്ക് കിട്ടും. പിന്നെ പ്രൈഡ് എന്ന് കിട്ടും. ലയൺ, പ്രൈഡ്. പിന്നെ എലിഫൻറ്റ്, തിങ്ക് ഓഫ് എലിഫൻറ്റ്, ഇറ്റ് ഇസ് ഹേർഡ്. അങ്ങനെ നിങ്ങൾ ഓരോന്നിനെക്കുറിച്ചും ജസ്റ്റ് റിവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നടന്നു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കളക്റ്റീവ് നൗൺസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഹാഫ് ആൻ അവറിൻ്റെ വർക്കാണ് ഇത്, കളക്റ്റീവ് നൗൺസ് പഠിച്ചെടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദിസ്. കളക്റ്റീവ് നൗൺസ് ആണ്. അതിൽ പീപ്പിളിൻ്റെ ആണ് ഈ കാണുന്നതൊക്കെ. ബോഡി ഓഫ് മെൻ, ബോർഡ് ഓഫ് ഡിറക്ടേഴ്സ്, കൊയർ ഓഫ് സിംഗേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, അങ്ങനെ ഒരു ഐ തിങ്ക് അറൗണ്ട് 25 or 27 ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും ഒരു 3-4 തവണ നിങ്ങളിത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിയും. ഓക്കെ, സോ സെയിം ഹിയർ. ഇത് കളക്റ്റീവ് നൗൺസ് ആനിമൽസിൻ്റെ കളക്റ്റീവ് നൗൺസ് ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു 3-4 പ്രാവശ്യം നോക്കുക. ഓക്കെ, 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും കുറച്ചൊക്കെ. പിന്നെ ബാക്കി കുറച്ച് പഠിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ.
And this is the collective nouns of things. Okay, a bundle of newspapers, a batch of cookies, a bunch of keys, a bundle of sticks. മനസ്സിലായോ? A forest of trees, a galaxy of stars. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞു. സോ നമ്മൾ കുറച്ച് നേരത്തെ ക്ലസ്റ്റർ എന്ന് കൂടി പറഞ്ഞു സ്റ്റാർസിന് അല്ലേ. സോ ഒന്നിന് തന്നെ നമുക്ക് രണ്ടും മൂന്നും എന്താണ് കളക്റ്റീവ് നൗൺസ് ഉണ്ടാവും. ഓക്കെ, നമ്മളത് പഠിച്ചെടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കൂ, ക്ലസ്റ്റർ തന്നെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് എന്നതാണ്. ജസ്റ്റ് ലേൺ ഇറ്റ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, വാട്ട് ഈസ് ദ കളക്റ്റീവ് നൗൺ ഓഫ് ഗ്രേപ്സ്, അല്ലെങ്കിൽ ഡാഷ് ഈസ് ദ കളക്റ്റീവ് നൗൺ ഓഫ് ഗ്രേപ്സ്. ഇനി അതും അല്ലെങ്കിൽ എ ഡാഷ് ഓഫ് ഗ്രേപ്സ് എന്ന് മാത്രം വരും. നിങ്ങൾ എഴുതുക ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ്, ഇത് ആൻസർ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കളക്റ്റീവ് നൗൺസ് എന്നുള്ളത്. ഇറ്റ്സ് എൻ ഈസി ടോപ്പിക്. നമ്മൾ കുറച്ചൊന്ന് പഠിച്ചെടുത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് ഈസി ഫോർ യു. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, എനി ഡൗട്ട് യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ. ഓക്കെ, താങ്ക് യു മക്കളെ.